നാരായണ 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 ശ്രീ ഗുരുവായൂരപ്പ ശ്രീനാരായണ. ശ്രീമദ് ഭാഗവത മഹാപുരാണം 7-ാമത്തെ സ്കന്ധം 7-ാമത്തെ അധ്യായം നമ്മളിപ്പോൾ പാരായണം ചെയ്യണു. 6ഉം 7ഉം ആയിട്ട് പ്രഹ്ലാദൻ അസുരക്കുട്ടികൾക്ക് കൊടുക്കുന്നതായിട്ടുള്ള ഉപദേശമാണ്. അച്ഛൻ ഹിരണ്യകശിപു മന്ദരപർവ്വതത്തിൽ തപസ് ചെയ്യുന്ന സമയം ദേവന്മാർ അസുരന്മാരോട് യുദ്ധം ചെയ്തു. കുറേയൊക്കെ വധം തന്നെ സംഭവിച്ചു. കുറേ ആളുകൾ ഓടിപ്പോയി. അസുരന്മാരുടെ സമ്പത്ത് മുഴുവനെ ദേവന്മാരെടുത്തു. എൻ്റെ അമ്മ കയാധുവിനെ ഇന്ദ്രൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്താണ് അച്ഛൻ അവിടെ രക്ഷയ്ക്കില്ലാത്ത ആ നേരം നോക്കിയിട്ട് ഇന്ദ്രൻ വന്നത്. അപ്പോൾ അമ്മ വല്ലാണ്ട് കരഞ്ഞു. ഞാൻ ആ സമയത്ത് അമ്മയുടെ വയറ്റിലുണ്ട്. അപ്പം നാരദൻ അത് കണ്ടുവന്നു. നാരദൻ പറഞ്ഞു, ഇന്ദ്ര, കയാധു നിരപരാധിയാണ്. ഇവളുടെ ഗർഭത്തിൽ മഹാഭക്തനായിട്ടുള്ള ദേവ അനുകൂലിയാണ് ഉള്ളത്. അതുകൊണ്ട് നിനക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇത് ഹിരണ്യകശിപുവിൻ്റെ സന്തതിയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇന്ദ്രൻ, അതുകൊണ്ട് കാര്യമില്ല. അല്ല, ഞാൻ ഇത് ജനിച്ചതിന് ശേഷം വധിച്ചിട്ട് ഈ കയാധനെ വിട്ടോളാം, അത്ര പോരാ. നാരദൻ പറഞ്ഞു, നിനക്ക് ഈ കുഞ്ഞിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഭഗവാനാൽ സുരക്ഷിതനാണ്. ഭഗവാന്റെ ഭക്തനെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് വിട്ടോളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടതോട് കൂടിയിട്ട് ഇന്ദ്രൻ പേടിച്ച് ആ കയാധുവിനെ വിട്ടു എന്ന് മാത്രമല്ല, പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു. എന്നുവെച്ചാൽ പ്രഹ്ലാദിനെ നമസ്കരിക്കുക, അതാണ് ഉദ്ദേശം. പക്ഷെ അത് പറ്റില്ലല്ലോ ഇപ്പോൾ. അപ്പം അതുകൊണ്ട് കയാധുവിനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു. പിന്നെ അമ്മയെ നാരദൻ്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോകാണ് ഉണ്ടായത്. കുട്ടികളോട് പ്രഹ്ലാദൻ പറയുകയാണ്, അമ്മ 2 ഡിമാൻഡ് വെച്ചു എന്നാ. ഒന്ന്, ഹിരണ്യകശിപു വന്നിട്ട് പ്രസവിക്കല്. 2ാമത്, എൻ്റെ ഉണ്ണിയെ ആരും കൊല്ലരുത്. ഇത് രണ്ടും ഞാൻ ഏറ്റു. നാരദൻ അത് വലിയ സന്തോഷമായി. അങ്ങനെ നാരദൻ ഈ കയാധുവിന് ഉപദേശിച്ചു കൊടുക്കുക എന്ന നിലയ്ക്ക് ഭാഗവതം മുഴുവനെ എനിക്ക് വായിച്ച് കേൾപ്പിച്ചു തന്നു. അമ്മയ്ക്ക് വെച്ചിട്ടാണ് പറഞ്ഞത്, പക്ഷെ ഞാനാണ് കേട്ടത്. അമ്മ ഉറങ്ങിപ്പോയി. ഇപ്പോൾ ഇതാ ഞാൻ നിങ്ങളോടും ആ ഭാഗവതമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ നാരദൻ പറഞ്ഞു തന്നിട്ടുള്ള ഈ ഭാഗവതം വളരെ എളുപ്പമായിട്ട് മനസ്സിലാവും, പ്രയാസമൊന്നുമില്ല. ശരീരത്തിൻ്റെതായിട്ടുള്ളൊരവസ്ഥ ഉണ്ടാവുക, നിലനിൽക്കുക, വളരുക, മാറുക, ക്ഷയിക്കുക, നശിക്കുക, ഇത് 6ഉം ശരീരത്തിനുണ്ട്. ഇത് അറിയണം. ഈ ശരീരത്തിൻ്റെ അവസ്ഥ 24 തത്വങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള ഈ ദേഹം, അത് ഞാനാണ് എന്ന് വിചാരിക്കുന്നതാണ് തെറ്റ്. അത് മോഹമാണ്. അപ്പം അതിലല്ല വിശ്വസിക്കേണ്ടത്. ആത്മാവിലേക്ക് ഈ ജീവാത്മാവിനെ എത്തിക്കണം. ജീവാത്മാവിന് ഇരിക്കാനുള്ള ഒരു സ്ഥലം മാത്രമാണ് ഈ ശരീരം. അങ്ങനെ കണക്കാക്കണം. അപ്പോൾ പരമാത്മാവിലേക്ക് എത്താൻ, ആരാ പരമാത്മാവ്? നിത്യനായിട്ടുള്ള, ക്ഷയമില്ലാത്ത, ശുദ്ധനായിട്ടുള്ള, ഏകനായിട്ടുള്ള, തത്വം മുഴുവൻ 25 തത്വവും അറിയുന്നതായിട്ടുള്ള, എല്ലാവർക്കും ആശ്രയമായിട്ടുള്ള, വികാരമില്ലാത്ത, സ്വയം പ്രകാശിതനായിട്ടുള്ള, കാരണസ്വരൂപനായിട്ടുള്ള, സർവവ്യാപിയായിട്ടുള്ള, നിസ്സംഗനായിട്ടുള്ള, മറയാത്തവനായിട്ടുള്ള, അപ്രമേയനായിട്ടുള്ള, ഭാഗവതത്തിൽ പറഞ്ഞ 12 ലക്ഷങ്ങളെ വായിച്ചു എന്നുള്ളൂ. എല്ലാ അർത്ഥത്തിലും ഈശ്വരൻ, ബ്രഹ്മാവസ്ഥയിലുള്ള ഈശ്വരൻ, അത് ഇന്നത് എന്ന് പറയാൻ മുഴുവൻ കഴിയില്ല. കുറച്ച് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ആ പരമാത്മാവിലേക്ക് ജീവനെയാണ് എത്തിക്കേണ്ടത്, ഈ ദേഹത്തിനെയല്ല. അപ്പോൾ ദേഹം ഞാനല്ല എന്നുള്ള ബോധം എപ്പോഴാണോ ഉറച്ചു കിട്ടുന്നത്, അപ്പോൾ നാം ചെയ്തതായിട്ടുള്ള ഈ കർമ്മങ്ങൾ മുഴുവൻ പഠനമായാൽ പോലും, പാഠനം പഠിപ്പിക്കലും അതും ഭഗവാന് സമർപ്പിക്കണം എന്നാ. പ്രകൃതി മഹത്ത് അഹം, പിന്നെ ജീവൻ. പ്രകൃതി മഹത്ത് എന്നുള്ള ജീവൻ തത്വമാണ്. അഹം, പിന്നെ ഈ പഞ്ചപ്രാണങ്ങളും
പഞ്ചഭൂതങ്ങളും പഞ്ചവിഷയങ്ങളും തന്മാത്രകൾ, 10 ഇന്ദ്രിയങ്ങൾ, മനസ്സ് 4, ഇങ്ങനെ ഈ പ്രകൃതിയിൽപ്പെട്ടതല്ല. പഞ്ചപ്രകൃതി തത്വം, പഞ്ചഭൂതം, അതേപോലെ പ്രകൃതി മഹത്ത് അഹം കൂടിച്ചേർന്നത് അതൊരു പ്രകൃതി തത്വമാണ്. അതിൻ്റെ വികാരമാണ് 16 കലകളോട് കൂടിയതായിട്ടുള്ള ത്രിഗുണത്തെ ചേർത്തതായിട്ടുള്ള 27 തത്വങ്ങൾ. ഇത് എല്ലാവരിലുമുണ്ട്. ഈ പ്രകൃതിയിൽപ്പെട്ടതായിട്ടുള്ള എല്ലാറ്റിലുമുണ്ട്. പക്ഷേ ഏറ്റക്കുറച്ചിലുണ്ടാവുക കാരണം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതിൽ പ്രത്യേകത മനുഷ്യനാണ്. നമ്മൾ വിശേഷ ബുദ്ധിയോട് കൂടിയിട്ട് പരമാത്മാവിനെ അറിയാൻ ശ്രമിക്കാനുള്ള കഴിവുണ്ട്. അപ്പം അതിനെ ഉപയോഗിക്കുക. ഇത് ശരീരം തന്നെ സ്ഥാവരം ജംഗമമായിട്ട് ഇരിക്കണം. ഒന്ന് സ്ഥിരമായിട്ട് നിൽക്കുന്നത് സ്ഥാവരം, സസ്യങ്ങളൊക്കെ സ്ഥാവരമാണ്. ജംഗമം എന്ന് വെച്ചാൽ ചലിക്കുന്നതൊക്കെ ജംഗമാണ്. ജന്മം കൊണ്ട് 4 വിധത്തിൽപ്പെട്ടതായിട്ട് ജന്മം ശരീരങ്ങൾ കിട്ടും. അത് സ്വേദജം, അണ്ഡജം, ഉദ്ഭിജം, ജരായുജം. അതേപോലെ വാസം കൊണ്ട് 3 തരം: ജലത്തിൽ, ആകാശത്തിൽ, ഭൂമിയിൽ. അതിൽ ഉഭയം വേറി. അതേപോലെ ആഹാര സ്വീകരണം കൊണ്ട് താഴോട്ടും മുകളിലോട്ടും സമാന്തരമായിട്ടും ആഹാരത്തെ സ്വീകരിക്കുക. താഴോട്ട് എന്നുള്ളത് ഇപ്പോൾ നമ്മളൊക്കെ ആഹാരം കഴിച്ചാൽ വായിലൂടെ താഴത്തേക്ക് വയറ്റിലേക്ക് ഇറങ്ങും. പശുവർഗ്ഗമാണെച്ചാൽ അത് ഭൂമിക്ക് സമാന്തരമായിട്ടാണ് ഈ ആഹാരം സഞ്ചരിക്കുക. സസ്യജാലങ്ങളാണെച്ചാൽ ഭൂമിയിൽ നിന്ന് വലിച്ചെടുത്ത് മുകളിലേക്കാണ് ഈ ആഹാരത്തെ കൊണ്ടുപോവുക. അതേപോലെ 3 അവസ്ഥകൾ: ജാഗ്രത, സ്വപ്ന, സുഷുപ്തി, സാത്വിക, രാജസ, താമസങ്ങൾ, 3 ഗുണങ്ങൾ. ഇതൊക്കെ തത്വങ്ങളാണ്. ഈ അസുരകുട്ടികളായിട്ടുള്ള കുട്ടികളോട് അസുരനാണെങ്കിലും ശരി, അസുരനല്ലാത്ത ഭാവത്തിലാണ് പ്രഹ്ലാദനുള്ളത്. ആ പ്രഹ്ലാദൻ പറയുകയാണ്, ഈ രജസ്തമോ ഗുണങ്ങളാണ് നശിപ്പിക്കേണ്ടത്. നമുക്ക് ആസുരഭാവം ഉണ്ടാവാനുള്ള കാരണം ഈ രജസ്തമസ്സുകളാണ്. അപ്പം അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞ മാർഗമാണ് ഭക്തി മാർഗം. ഏറ്റവും എളുപ്പമാണ് കുട്ടികളെ, കൂട്ടുകാരെ എന്നാണ് വിളിച്ചത്. അതുകൊണ്ട് എല്ലാവർക്കും ഈ ഭക്തി മാർഗം, അറിവുള്ളവർക്കും അറിവില്ലാത്തവർക്കും, അതുപോലെ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രർക്കും അങ്ങനെയില്ല, എല്ലാവർക്കും ഇത് ചേരും. ജ്ഞാനം അങ്ങനെ എല്ലാവർക്കും ചേരില്ല. ബുദ്ധിവികാസം വേണം, അവസരം വേണം, ഗുരുവിനെ കിട്ടണം, അത് സമയം വേണം, പലതുമുണ്ട്. അതേപോലെ ഈ വൈരാഗ്യം വരാൻ, അനുഭവിച്ചിട്ടൊരു വൈരാഗ്യം വരാനുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒട്ടും പേടിക്കാനുമില്ല. നമ്മൾ കർമ്മഠന്മാരായിട്ട് മാറരുത്. മാത്രമല്ല കർമ്മം കൊണ്ട് കിട്ടുന്നതായിട്ടുള്ള ഈ ഫലം നമുക്ക് ഊണയിക്കാനാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്, നമുക്ക് സമ്പാദിക്കാനാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. എല്ലാവർക്കുമായിട്ട് കൊടുക്കണം, വീതിച്ച് കൊടുക്കണം. ഇത് അറിഞ്ഞാലാണ് എന്താ കർമ്മമാർഗം തന്നെ അറിയാൻ സാധിക്കുള്ളൂ. ഒന്നും ചെയ്യാതിരിക്കലല്ല ഭക്തി, എല്ലാം ചെയ്യണം. പരോപകാരമായിട്ട്, സേവനമായിട്ട്, സമർപ്പണമായിട്ട്, ശുശ്രൂഷയായിട്ട്, അതും ബഹുമാനത്തോട് കൂടിയിട്ട്, സ്നേഹ, ബഹുമാന, അനുസരണ, ദാന, ജ്ഞാനത്തോട് കൂടിയിട്ട്, അതേപോലെ പ്രേമഭക്തിയോട് കൂടിയിട്ട് ജീവിക്കണം. ഭക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം സത്സംഗമാണ്. നല്ല ഗുരുക്കന്മാരെ കിട്ടുക. അപ്പോൾ ഈ ചണ്ടാമാർക്കന്മാരെ കിട്ടിയിട്ട് കാര്യമില്ല. മാത്രമല്ല ഭഗവാന്റെ കഥകളാണ് കേൾക്കേണ്ടത്. നാരദനെ പോലെ വല്ലവരും പറഞ്ഞു തരും, അപ്പം കേൾക്കണത്. ഭഗവാന്റെ കഥ കേട്ടുകഴിഞ്ഞാലോ വളരെ എളുപ്പമാണ്. നമ്മളെ പോലുള്ളവർക്കൊക്കെ എന്താ ചെയ്യുക? ക്ഷേത്ര ദർശനം ചെയ്യുക, അവിടെ ഏതെങ്കിലും തരത്തിൽപ്പെട്ടതായിട്ട് നാമജപങ്ങളോ പുരാണ പാരായണങ്ങളോ കഥ പറച്ചിലോ ഗീതാപാഠമോ ഏതൊക്കെയുള്ള വെച്ചാൽ അതൊക്കെ ശ്രവിക്കുക. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെങ്കിൽ ചെയ്തു കൊടുക്കുക. ശമതമാദികളെ നമ്മൾ സ്വയം ശരീരത്തിന് ഇതിനെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടാക്കി കൊടുക്കുക. യമനിയമാദികളെ പാലിക്കുക. അഷ്ടാംഗയോഗം കൊണ്ട് ഭഗവാനിൽ എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. യഥാർത്ഥത്തിലുള്ള ഭക്തൻ എന്ന് പറഞ്ഞാൽ കഥ കേട്ടാൽ രോമാഞ്ചം വരണം, കരയണം, ചിരിക്കണം, വർത്തമാനം പറയണം. എന്നുവെച്ചാൽ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. ഞാനും ഭഗവാനും തമ്മിൽ, കുട്ടികൾ തമ്മിലല്ല.
ഭഗവാനും ജീവനും തമ്മിൽ. അതേപോലെ ചില അഭിനയങ്ങളൊക്കെ അതിൽ വരും. ഉറക്ക ലജ്ജ വിട്ട് ഹരേ ജഗൽപതേ നാരായണ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഭഗവാനെ ആശ്രയിക്കണം എന്നാണ്. ശരീരബോധം വിട്ടാലാണ് മുണ്ടഴിഞ്ഞാൽ ആയിക്കോട്ടെ പൊയ്ക്കോട്ടെ, ശ്രദ്ധിക്കണ്ട, ദേഹബോധം വേണ്ട. അതുകൊണ്ട് ആൾക്കാർ കളിയാക്കിക്കോട്ടെ. നമ്മളറിയണില്ല. നമ്മളറിഞ്ഞെങ്കിലല്ലേ കുഴപ്പമുള്ളൂ, നമ്മളറിയില്ല. ഈ രജസ്തമസ് നശിച്ചാലല്ലാതെ കണ്ട് ജാഗ്രത സ്വപ്ന സുഷുപ്തി നശിക്കില്ല. അത് നശിച്ചാലല്ലാതെ കണ്ട് മുക്തിയും കിട്ടില്ല. ദേഹബോധം വിടണമെങ്കിൽ ഇതൊക്കെ വേണം. കർമ്മവാസന നശിക്കണം. കർമ്മം നമ്മളെ വിട്ടുപോകണം. അതിന് രൂപം, നാമം, ലീല, ഗുണം, ധാമം, ഇങ്ങനെ 5 കാര്യങ്ങളെയാണ് സ്മരിക്കാറും. അത് മുഴുവൻ ചെയ്യാൻ പറ്റില്ല വെച്ചാൽ ക്രമേണയായിട്ട് നാമം മാത്രം ജപിച്ചാൽ മതി. അതേപോലെ കയ്യിലൊന്നും സൂക്ഷിക്കണ്ട, ഉള്ളതൊക്കെ ദാനം ചെയ്യാം, നിസ്വനായിത്തീരാം. പിശുക്കുണ്ടെങ്കിൽ അത് മക്കൾക്ക് കൊടുത്താൽ മതി, അല്ലെങ്കിൽ മക്കൾക്കോ പേരക്കുട്ടികൾക്കോ ആർക്കാച്ചാൽ കൊടുത്താൽ മതി. അന്യന് കൊടുത്തോളന്നില്ല, പോട്ടപ്പോ. കാരണം ഈ മക്കളും പേരക്കുട്ടികളൊക്കെ അന്യന്മാരാ. നമ്മൾ നമ്മുടെ എന്ന് പറയണ അവര് നമ്മുടെ അല്ല, അത് ഈശ്വരന്റെ സ്വത്താ. ഞാൻ എൻ്റെ എന്നുള്ളതൊക്കെ ചിത്രകേതുവിനോട് പറഞ്ഞ പറ്റേ ഉള്ളൂ. ഏത് ജന്മത്തിലെയാ അത് ചോദിച്ചാൽ കഴിഞ്ഞു. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ പിശുക്കുണ്ടെങ്കിൽ പുറമെയുള്ളവർക്ക് കൊടുക്കണ്ട, പേരക്കുട്ടികൾക്കോ മക്കൾക്കോ കൊടുത്താൽ മതി. പക്ഷെ എൻ്റെ കയ്യിലൊന്നും ഉണ്ടാവണ്ട. എൻ്റെ അടുത്തൊരു ഭക്തൻ ഉണ്ടായിരുന്നു ഇതുപോലത്തെ ഒരാൾ. ഞാൻ അദ്ദേഹത്തിനെ കാണുമ്പോൾ അദ്ദേഹത്തിനൊരു 65 വയസ്സ് പ്രായമുണ്ട്. പിന്നെ ഞങ്ങളൊരു 25 കൊല്ലത്തോളം ഒപ്പമുണ്ടായി. 60 വയസ്സ് അദ്ദേഹത്തിന് കഴിഞ്ഞിറക്കണം, 65 താഴെയായിട്ടാണ്. പിന്നെ ഞങ്ങൾ എൻ്റെ കുട്ടിക്കാലത്താണ്. അത് കഴിഞ്ഞ് പിന്നെ ഒരു 25 കൊല്ലത്തോളം ഞങ്ങളുണ്ടായി. അദ്ദേഹം തൻ്റെ സമ്പാദ്യം മുഴുവനെ ഭാര്യയുടെയും മക്കളുടെയും പേരിൽ എഴുതി വെച്ചു. നമുക്കൊക്കെ ചെയ്ത ധൈര്യം വരില്ല. പിന്നെ ഒറ്റയ്ക്കാണ് താമസിച്ചത്. ഭാര്യ വേറെ, അവർ അന്യരാജ്യത്താണ്, പല രാജ്യങ്ങളിലാണ്. ഈ മരണം വരെയും അദ്ദേഹത്തിന് ഒരു വിഷമം ഉണ്ടായിട്ടില്ല. ആ മരിക്കാറാവുമ്പോൾ ഒരു അസുഖം വന്നു. വളരെ കുറച്ച് ദിവസം മാത്രമേ കിടന്നുള്ളൂ. കിടക്കുക എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് വെച്ചാൽ ഏതായാലും അദ്ദേഹം മരിച്ചുപോയി. ശിവഭക്തനായിരുന്നു. ഗീതയും വായിക്കും, ഭാഗവതം വായിക്കും. ശിവദീക്ഷ ഉള്ള ഒരാളാണ്. പക്ഷെ രുദ്രാക്ഷമാലൊന്നും ധരിക്കൂല. അങ്ങനെ ഒരു പ്രത്യേക ഒരു മഹാഭക്തൻ തന്നെയാണ്. വൈരാഗ്യം, ജീവിക്കാനുള്ളത് മാത്രം, ബാക്കിയുള്ളത് സമ്പാദ്യങ്ങൾ മുഴുവൻ കിട്ടുന്നത് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. സൂക്ഷിക്കില്ല, സ്വന്തം പേരിലൊന്നുമില്ല. അങ്ങനെയൊക്കെ ജീവിക്കാൻ കുറച്ച് പ്രയാസമാണ്. അന്നത്തെ ചിലവകാശ് ഉണ്ടാക്കുമായിരിക്കാം, അല്ലെങ്കിൽ അത് മാത്രം എടുത്തു വയ്ക്കുമായിരിക്കാം, അതിൽ കൂടുതലില്ല. ഇപ്പോൾ പ്രഹ്ലാദൻ പറയണത് അതാണ്. ഇതിൽ ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഈ സത്സംഗം കിട്ടാൻ അത് കുറച്ച് ഭാഗ്യം വേണം. കുട്ടിക്കാലത്ത് തന്നെ അത് കിട്ടിയത് കൊണ്ടാണ് ഭാഗവതത്തെ ഉപാസിക്കാം എന്നായത്. അതല്ലെങ്കിൽ ഞാനൊന്നും ഭാഗവതത്തിലേക്ക് എത്തില്ല. എൻ്റെ ഒരു ജീവിതാന്തരീക്ഷം സ്വതേ അതിന് പറ്റിയതാണോ ചോദിച്ചാൽ ശരിയാ. സംഘവും അങ്ങനത്തെ സംഘമാണ് എനിക്ക് കിട്ടുക. അത് എൻ്റെ ഭാഗ്യം കൊണ്ട് ഇങ്ങനത്തെ സംഘത്തിലേക്ക് ഞാൻ എത്തിയതാണ്. എന്നെ ഭഗവാൻ എത്തിച്ചതാണ്. ഞാൻ എത്തിയതെന്നാണോ എന്ന് പറയുന്നത് ശരിയാ. അതുപോലെ ഇങ്ങനത്തെ കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ സുഹൃത്തുക്കളൊക്കെ കുട്ടിക്കാലം മുതലേ അങ്ങനെയാണ്. 50 വയസ്സിന് 60 വയസ്സിന് മീതുള്ളവരെ എൻ്റെ സുഹൃത്തുക്കളുള്ളൂ. സമപ്രായക്കാരായിട്ട് സൗഹൃദം ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഇപ്പോഴാണ് എനിക്ക് ഭാഗവതം എടുത്തപ്പോഴാണ്, കുറച്ച് മനസ്സിലായി തുടങ്ങി. അല്ല ഇപ്പോഴല്ല, കുറച്ചു കാലമായി. എന്തുകൊണ്ട് ഞാൻ ഇപ്രകാരത്തിൽ മാറി നിന്നായിരുന്നു എന്നെനിക്ക് മനസ്സിലായി. അതിൽ ഈ മറവി രോഗം വന്നതാണ് ഒരു ചെറിയൊരു കുഴപ്പം വന്നത്. അല്ലെങ്കിൽ ഈ കുഴപ്പമില്ല. പക്ഷെ അതും ഒരു നല്ലതിനാണെന്ന് തോന്നണം, അല്ലെങ്കിൽ എഴുതി വയ്ക്കില്ല. അതുകൊണ്ടാണ് ഭാഗവതവും ശിവപുരാണമൊക്കെ എഴുതാൻ സാധിച്ചത്. അല്ലെങ്കിൽ അത് എഴുതാൻ സാധിക്കില്ല. അപ്പം അതിനൊരു ഭാഗ്യം വേണം. എല്ലാം നല്ലതിന് എന്ന് നമ്മൾ വെറുതെ വാക്കാലെ പറഞ്ഞിട്ട് കാര്യമില്ല. അനുഭവിച്ചിട്ട് തന്നെ അത് മനസ്സിലാക്കണം. അതിനുള്ള ഭാഗ്യം ഭഗവാൻ തന്നാലേ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അന്യര് നിന്ദിക്കുന്നത്, കുറ്റം പറയുന്നത്, അവമാനിക്കുന്നത്,
അതേപോലെ നഷ്ടബോധം ഉണ്ടാക്കുന്നത് പലതും നഷ്ടപ്പെടുത്തി. ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകും, തരാക്കും, എന്നിൽ നിന്ന് തരാക്കും. അപ്പോൾ എനിക്ക് നഷ്ടം തന്നെയാണ്, തിരിച്ചു കിട്ടലൊന്നുമില്ല. അപ്പോൾ അതൊക്കെ സംഘം ഒഴിവാക്കാനുള്ള കാരണങ്ങളായിട്ട് തീർന്നു. ഒരാൾ കാശ് കടം വാങ്ങി തിരിച്ചു തന്നില്ല വെച്ചാൽ പിന്നെ അയാളായിട്ട് യോഗ്യല്ലേ. അങ്ങനെ ഇപ്പോൾ പലതരത്തിൽ ബന്ധങ്ങളെ ഒഴിവാക്കുകയാണ്. അതൊരു ഏകാന്ത ജീവിതം ജീവിക്കാൻ സാധിക്കണം, പക്ഷെ ആനന്ദം അനുഭവിക്കണമുണ്ട്. ആദ്യമായിട്ടൊരു കൗൺസിലിങ്ങിന് പോകുന്ന ഈ ഡോക്ടർമാർ, അങ്ങനെയുള്ള വിശിഷ്ട ആൾക്കാരായിട്ട് എനിക്ക് ബന്ധമുണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറയാറ്, അങ്ങനെ എന്തെങ്കിലും മനസ്സിന് വിഷമമുണ്ടെങ്കിൽ കൂടുതൽ ആളുകളായിട്ട് എപ്പോഴും സമ്പർക്കം ഉണ്ടാകുക. അപ്പോൾ സഭയിൽ, സദസ്സിൽ അനവധി ആളുകളുള്ള ദിക്കിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ വിഷമം ഒഴിവാവും എന്നാണ് കൗൺസിലിങ്ങിന് സാധാരണ പറയാറ്. ഇപ്പോൾ ഭാഗവതം ഒരു നല്ല കൗൺസിലിംഗ് സെൻ്ററാണ്. ഇപ്പോൾ ഈ പ്രഹ്ലാദൻ ഈ കുട്ടികളിലൊപ്പം ഇരുന്നു കൊണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിലും അത് മുഴുവൻ ഭാഗവതമാണ്. നാരദ മഹർഷി പറഞ്ഞു കൊടുത്തതാണ്. അപ്പം അതിലെ കഥാപാത്രങ്ങൾ അവിടെയാണ് ജീവിച്ചത്, പ്രഹ്ലാദൻ്റെ മനസ്സിലാണ് ജീവിച്ചത്. അവിടെ ഈ അസുര കുട്ടികളുടെ അച്ഛനമ്മമാരായിട്ടുള്ള അസുരന്മാരല്ല സംഘം ഉണ്ടായത്. അവർ സംഘമില്ലായിട്ടല്ല, പക്ഷേ അവരെ ശ്രദ്ധിച്ചില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. അതുപോലെ ആയിരുന്നു ഞാനും. സദസ്സിൽ തന്നെ ആയിരുന്നു ഞാൻ, പക്ഷേ സദസ്സിനെ ഗൗനിച്ചില്ല. അതൊരു ഭാഗ്യമാണ്. ഈ കാരണന്മാരെ മാത്രമേ സുഹൃത്തുക്കളായിട്ട് കൂട്ടിയുള്ളൂ. അപ്പം എന്നാൽ അവരിൽ നിന്ന് എനിക്ക് ഭാഗവതം കിട്ടിയോ എന്ന് ചോദിച്ചാൽ അത് കഷ്ടിയാണ്. ഭാഗവതം കിട്ടിയത് അമ്മയിൽ നിന്നാണ്. അമ്മ നിഷ്കാമമായിട്ട് ഭാഗവതം വായിക്കണു, അതാണ് പ്രേരണയായി. അപ്പം എന്തോ അതിലുണ്ടല്ലോ, മനസ്സമാധാനം കിട്ടുന്നുണ്ട് അമ്മയ്ക്ക്. അത് പുറമെ പോയിട്ട് ചെയ്യാനോ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ അതിനൊന്നും അമ്മയ്ക്ക് പറ്റിയിരുന്നില്ല. പുസ്തകം തന്നെ ഉണ്ടായിരുന്നില്ല, അതാരോ കൊടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാവം, അമ്മ സ്വീകരിച്ചുള്ള സന്തോഷം, അത് അമ്മയിൽ കൂടെ പുറത്തേക്ക് വന്നതിനെയാണ് എനിക്ക് എടുക്കാൻ സാധിച്ചത്. അതിൽ ഈ ഒരു മികച്ചതായിട്ടുള്ളൊരു ഭാവമാണ് കൂട്ടുകാരൻ. അവർ കുറേ കുറ്റക്കാരുണ്ടാവും, മറ്റുള്ളവരുടെ കണ്ണിൽ പല കുറ്റങ്ങളും ഉണ്ടാവും. പക്ഷേ ഞാൻ ആ കുറ്റങ്ങളെ കണ്ടില്ല, അതിലുള്ള ഗുണത്തെ കണ്ടു. ആ ഗുണമാണ് എന്നെ ഇവിടേക്ക് എത്തിച്ചത്. ഇപ്പോൾ എല്ലാവരും പറയാനുള്ളത്, അസുരക്കുട്ടികളായിട്ട് പോലും ഈ പ്രഹ്ലാദനെ ആശ്രയിക്കാൻ ഈ കുട്ടികൾക്ക് സാധിച്ചു. പ്രഹ്ലാദന് നാരദൻ്റെ സംഘം ഉണ്ടായത് കൊണ്ട് ഗർഭത്തിൽ വെച്ചിട്ടാണ്. അത് എല്ലാവർക്കുമായിട്ട് ഇതാ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളും അതേപോലെ പരോപകാരികളായിട്ട് തീരണമെന്ന് സാരം. സ്വർഗം വേണ്ട. കാരണം എന്താ, അവിടെ സമത്വം ഇല്ല. പുണ്യം കഴിഞ്ഞാൽ തിരിച്ചു പോരണം, ഭക്തി ഇല്ല. നമ്മൾ ലോകനീതിക്കനുസരിച്ച് കടമ, കർമ്മങ്ങൾ, കർത്തവ്യം പലതും ചെയ്യാനുണ്ട്. അച്ഛനെ നോക്കണം, അമ്മയെ നോക്കണം, കുട്ടികളെ നോക്കണം, കുട്ടികൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം. ഇതൊക്കെ അതിൻ്റെ ശരിയാണ്. അതൊക്കെ നമ്മുടേതായിട്ടുള്ള അത് പ്രവർത്തി, അത് ചെയ്തു കൊടുക്കണം. എങ്കിലും ആസക്തി ഇല്ലാതെ കണ്ടു വേണം അതൊക്കെ ചെയ്യാനായിട്ട്. എന്നെക്കൊണ്ട് ഭഗവാൻ ഇങ്ങനെയൊക്കെ ചെയ്യിച്ചിട്ടുണ്ട്, ആയിക്കോട്ടെ, അത്രയേ വേണ്ടു. അതാണ് നേരത്തെ പറയാൻ ധൈര്യമായത്. പിശുക്കുണ്ടെങ്കിൽ അന്യന് കൊടുക്കണ്ട. ഈ കുട്ടികൾ അന്യനാണ്, പേരക്കുട്ടികൾ അന്യനാണ്. അത് പക്ഷേ നമുക്ക് പറഞ്ഞാൽ അത്ര ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അതാണ്. അപ്പോൾ ഒരു കാരണവശാലും പണി ചെയ്യാതിരിക്കരുത്, കർമ്മങ്ങളെ മുടക്കരുത്. കർമ്മം നമ്മളെ വിട്ടു പോകണം. കർമ്മം നമ്മളെ വിട്ടു പോവാൻ ഈ സംഘങ്ങൾ ഒഴിവാക്കിയാൽ മതി. കർമ്മം നമ്മളെ വിട്ടു പോയിക്കോളും. ജ്ഞാനിക്കും കൂടി കർമ്മമുണ്ട്, കർമ്മഫലം ഭുജിച്ചേ പറ്റൂ. അപ്പോൾ കർമ്മഫലം എടുക്കാതിരിക്കണമെങ്കിൽ അത് സമർപ്പിക്കുക തന്നെ വേണം. അപ്പോഴേ കർമ്മം നമ്മളെ വിട്ടു പോകുള്ളൂ. ഇതാണ് കർമ്മയോഗം. പ്രപഞ്ചവസ്തു ഏതായാലും നമ്മെ വിടും. എപ്പോൾ വിടും? മരണസമയത്ത് വിടും. നാം ഈ പ്രപഞ്ച വസ്തുക്കളെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിടുക. കാരണം അത് ശാശ്വതമല്ല, അത് നമ്മെ ഇവിടെ കൊടുക്കും. അപ്പോൾ സമ്പാദ്യങ്ങളൊക്കെ പ്രപഞ്ച വസ്തുക്കളാണ്, അത് സൂക്ഷിച്ചു വെച്ചിട്ട് കാര്യമില്ല. ആവശ്യക്കാരന് കൊടുക്കുകയാണ് വേണ്ടത്. നമുക്കും ആവശ്യമുള്ള സമയത്ത് ആരെങ്കിലും തരും. നമുക്ക് നമ്മുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ അതിലൊരു വിശ്വാസം വേണം.
ഭഗവാനിൽ ഉറച്ച വിശ്വാസമാണ്, അല്ലെങ്കിൽ അത് കിട്ടില്ല. അപ്പം അമ്മയുടെ ഗർഭപ്രവേശം മുതൽ മരണം വരെ നമുക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് ആദ്യം അറിയണം. അപ്പോൾ ഈ അമ്മ ഈശ്വരപരമായിട്ടാണ് ഉണ്ണി വയറ്റിലുള്ള സമയത്ത് ചിന്തിക്കുന്നതെങ്കിൽ ആ ഭാവം കുറച്ച് ഉണ്ണിയിലേക്ക് വരും. ആ സമയത്ത് ഭാഗവതം കേൾക്കുക, ഗീത പഠിക്കുക, പുരാണങ്ങൾ ഏതായാലും വേണ്ടില്ല, ഇതിഹാസങ്ങൾ ഏതായാലും വേണ്ടില്ല, പഠിക്കുക. അത് കേൾക്കുമ്പോഴത്തെ ഗുണം ഈ മാനസികാവസ്ഥയിൽ അമ്മയും എത്തും, ഈ വയറ്റിലുള്ള ഉണ്ണിയും എത്തും. എൻ്റെ കുട്ടിക്ക്, എൻ്റെ വൈഫിന് ഞാൻ അതൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഗർഭമുള്ള സമയത്ത്. അതിൻ്റെയൊക്കെ ഒരു പ്രഭാവം ആ കുട്ടിയിലുണ്ടേനി. അത് പ്രകടിപ്പിക്കണ്ടോ ഇല്ലേ അത് വേറെ വിഷയം. അത് സംഘത്തിനനുസരിച്ച് കുറച്ചൊക്കെ വ്യത്യാസങ്ങളുണ്ടാവാം. അത് ഉള്ളിലവിടെ കിടക്കും. അത് കിടന്നിട്ടുമുണ്ട്. ഒരു 10 വയസ്സാവണതിൻ്റെ മുന്നേ എന്തായാലും, അല്ല 8 വയസ്സൊക്കെ ആയപ്പോഴേക്കും സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം ബൈഹാട്ടായതാണ്. ഇപ്പം ചെല്ലാറില്ല, അത് വേറെ വിഷയം. അത് സംഘദോഷം, സമ്പർക്കദോഷമാണ്. അടിച്ചേൽപ്പിക്കേണ്ട വിചാരിച്ച് ജയിക്കണില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാവർക്കും അത് ഒരു നാമജപം മറ്റു കാര്യങ്ങളൊക്കെ രാവിലെയും വൈകുന്നേരവും നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് എല്ലാ ഭക്തന്മാരോടും. എന്നും ഇത് ചെയ്യിക്കണം കുട്ടികളെ കൊണ്ട്. കാരണം അവർക്ക് ആ ഒരു ശീലം വരാൻ വേണ്ടിയിട്ടാണ്, ഒരു ഈശ്വരവിശ്വാസം വരാൻ വേണ്ടിയിട്ടാണ്, സാത്വിക ഭാവത്തെ ഉയർത്താൻ വേണ്ടിയിട്ടാണ്. അച്ഛനമ്മമാർക്കും മുത്തശ്ശന്മാർക്കും ഈ പ്രത്യേകമായിട്ടുള്ള ശുശ്രൂഷ ഭാവം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഗീത പഠിപ്പിക്കുമ്പോൾ ഞാൻ വളരെയധികം അത് ഊന്നി പറഞ്ഞിട്ടുണ്ട്. സ്വഭാവം മാറണം, സ്വഭാവം മാറ്റണം എന്ന്. ചില കുട്ടികൾക്ക് മനസ്സിലായില്ല, പക്ഷെ ചില കുട്ടികളത് ഉൾക്കൊണ്ടു. എല്ലാവരും ഒരുപോലെ ആവില്ലല്ലോ. തീരെ അവിടേക്ക് എത്താത്ത ആൾക്കാർക്കുണ്ട്, അത് മനസ്സിലായില്ല. വലിയവരെയും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയവർക്കും അത് ഉൾക്കൊള്ളാൻ ചിലർക്ക് പറ്റുന്നില്ല. ഗീത പഠിക്കാതെ അതിൻ്റെ ഒരു പുറംപൂച്ച് കണ്ടുകൊണ്ടാണ് പഠിക്കുന്നത്. അതങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. അതിൻ്റെ ഡെപ്തിലേക്ക് ഇറങ്ങിയാലേ ഇതാണ് ചെയ്യേണ്ടത്. അർജുനനോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞു, അർജുനൻ യുദ്ധം ചെയ്തു എന്ന് കണക്കാക്കിയിട്ട് കാര്യമില്ല. നമ്മളൊക്കെ അർജുനന്മാരാണ്. നമ്മളെ ഈ സാത്വിക ഭാവത്തിൽ അവിടെ യുദ്ധം എന്നുള്ളത് ജീവിതമായിട്ട് കണക്കാക്കിക്കോളൂ. അതല്ലെങ്കിൽ ഒരു പ്രശ്നം നമ്മളെ നേരിടുമ്പോൾ അതിനെ എങ്ങനെ തരണം ചെയ്യണം, അങ്ങനെ കണക്കാക്കൂ. വഴികൾ പലതാണ് ഭഗവാൻ പറഞ്ഞത്. യുദ്ധം മാത്രമല്ല പറഞ്ഞത്, പലതും പറഞ്ഞിട്ടുണ്ട്. അവോയ്ഡ് ചെയ്യേണ്ടതിനെ അവോയ്ഡ് ചെയ്യണം, സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കണം, നിർബന്ധമായിട്ടും പരിഹരിക്കേണ്ടതിനെ പരിഹരിക്കുക തന്നെ വേണം. അങ്ങനെയാണ് ഗീത പറഞ്ഞത്. അതുകൊണ്ടാണ് ഗാന്ധിജി ഇത്രയും തിദിക്ഷാഭാവം, രണ്ടാമത്തെ അധ്യായത്തിന് ആദ്യം പറയണത് തിദിക്ഷാഭാവം വേണമെന്നാണ്. തിദിക്ഷയുടെ ആ ഒരു മാക്സിമത്തിൽ ഗാന്ധിജിയെ എത്തിച്ചതും ഒരു പക്ഷേ ഗീതയാവും. അത് പറയുന്നുണ്ട്, ആത്മകഥയിൽ പറയുന്നുണ്ട് ഗാന്ധിജി. അപ്പം അതിൻ്റെ സാരം അത്രയേ ഉള്ളൂ. ഈ ഹിരണ്യകശിപുവിൻ്റെ ലോകം മുഴുവൻ വിറപ്പിച്ചതായിട്ടുള്ള, സ്വന്തമാക്കിയതായിട്ടുള്ള ഈ ഹിരണ്യകശിപുവിൻ്റെ പുത്രനായിട്ടുള്ള പ്രഹ്ലാദൻ ഗർഭസ്ഥനായിരിക്കുമ്പോൾ ഭാഗവതം കേട്ടത് കൊണ്ട് ഒപ്പമുള്ള കൂട്ടുകാരെ കൂടി ഭാഗവതത്തെ പഠിപ്പിക്കാൻ അത് ചെയ്തു. അതാണ്. അപ്പോൾ അനന്യ ശരണാഗതിയാണ് പഠിപ്പിച്ചത്. അങ്ങനെ മരണം വരെ സ്വതന്ത്രരായിട്ട് നമ്മൾ കഴിയുമ്പോഴും ഈ സ്വാതന്ത്ര്യം നമുക്ക് തരണു ഭഗവാൻ. എല്ലാവർക്കും ഏറ്റവും ഇഷ്ടം സ്വന്തം ജീവനെയാണ്, ആ ജീവാത്മാവിനോ പരമാത്മാവിനെയാണ്. ഇത് എല്ലാവരിലും എപ്പോഴും ഉണ്ട്, രണ്ടുമുണ്ട്. സാക്ഷിയായിട്ട് പരമാത്മാവുണ്ട്, ഈ ശരീരത്തിൽ ജീവൻ പ്രാരബ്ധം അനുഭവിക്കാനായിട്ട് പ്രാണങ്ങളോട് കൂടിയിട്ട് മനസ്സോട് കൂടിയിട്ട് വസിക്കണു. അപ്പോൾ വ്യത്യാസം പ്രവർത്തനങ്ങൾക്ക് കർമ്മഫലം എങ്ങനെയാണോ ഭുജിക്കേണ്ടത് അതിനനുസരിച്ചുള്ള ഭാവവ്യത്യാസങ്ങൾ സ്വഭാവമായിട്ട് സ്വത്വമായിട്ട് പുറത്തു വരും. അത്രയേ ഉള്ളൂ. ഈ ആത്മതത്വം അറിഞ്ഞു കഴിഞ്ഞാൽ ദ്വന്ദ്വം കടക്കാം, മുക്തനാവാം. ഉന്നത കുലം, വിദ്യ, ധനം, പലതും ഒരു പക്ഷേ നമുക്ക് ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വിഷമമായി എന്ന് വരാം. അഹം വന്നിട്ട്, മതം വന്നിട്ട്. അത് തന്നെ ഭഗവത് പ്രീതി അർത്ഥമാണ് ചെയ്യുന്നതെങ്കിലോ വലിയ ഉപകാരമായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ നിഷ്കളങ്ക ഭക്തനായിട്ട്, നിഷ്കാമനായിട്ട്
ഭഗവാൻ രക്ഷിക്കുമെന്ന് ഉറപ്പ്. അതങ്ങനെ സ്വയമേവ എന്നെ രക്ഷിക്കുന്നത് മറ്റാരുമല്ല ഭഗവാൻ മാത്രമാണ് എന്ന് ഉറപ്പിക്കണം. കാരണം അന്തര്യാമിയായിട്ട് ഭഗവാൻ ഒപ്പമുണ്ട്, കൂടെയുണ്ട്. കുട്ടികളെ, നമ്മിലുള്ള ആസുരഭാവത്തെ മുഴുവൻ കളഞ്ഞോളൂ. ഇന്നു മുതൽ ഭഗവാനെ ഭജിക്കാൻ തുടങ്ങാം. ഇപ്പോൾ മുതൽ. ഇന്നു മുതൽ വെച്ചാൽ ഇപ്പോൾ മുതൽ. അങ്ങനെ എല്ലാറ്റിലും എല്ലാവരിലും മുമ്പും ഇന്നും ശേഷവും ഈ ജഗത്തും ബ്രഹ്മവും ഇതെല്ലാമായിട്ടുള്ള ആ ഭഗവാനാണ് നമുക്ക് ആശ്രയമുള്ളൂ. അതുകൊണ്ട് ആ ഭഗവാനെ നമ്മൾ സാഷ്ടാംഗം നമസ്കരിക്കാം. പലതരത്തിൽപ്പെട്ടതായിട്ടുള്ള ഈശ്വരഭാവത്തെ പ്രഹ്ലാദൻ പറഞ്ഞു കൊടുത്തത് മുഴുവൻ കുട്ടികൾ സ്വീകരിച്ചു. പ്രഹ്ലാദൻ പറഞ്ഞത് ഇങ്ങനെ കുട്ടികൾ സ്വീകരിക്കണോ എന്ന് മനസ്സിലായപ്പോഴേക്കും അവിടെ ചണ്ടാമർക്കന്മാര് യാത്ര എവിടെ വെച്ചാൽ അതൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴാണ് അത് മനസ്സിലായത്. കുട്ടികൾ എന്തൊക്കെയോ ചിലത് ഉപേക്ഷിച്ചിട്ടുണ്ട് എന്ന്. എന്താ ഉപേക്ഷിച്ചത്? ചണ്ടാമർക്കന്മാർ പഠിപ്പിച്ചു കൊടുത്തുള്ള വിദ്യയാണ് ആദ്യം ഉപേക്ഷിച്ചത്. അവർക്ക് ചുണ്ടി വരാതിരിക്കുമോ? അവർ ചുണ്ടിയെടുത്തു. കുട്ടികളോടൊന്നും ചെയ്യാൻ തോർത്തിയില്ല. കാരണം ആദ്യം ശിക്ഷിക്കേണ്ടത് ആരെയാ? പ്രഹ്ലാദിനെ. അതിന് ധൈര്യം ഉണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് അത് ചെയ്തില്ല. പക്ഷേ കംപ്ലൈന്റ് വന്നല്ലോ. ഹിരണ്യകശിപുവിനോട് കാര്യങ്ങളൊക്കെ ചെന്ന് പറഞ്ഞു. അത് എങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, എന്തോ ഒരു കുഴപ്പമുണ്ട്, ഞാനല്ലാട്ടോ, ഞങ്ങളല്ലാട്ടോ, ഞങ്ങളെ ശിക്ഷിക്കരുതേ. ഞങ്ങൾ ഒന്ന് പുറത്തു പോയി വന്നപ്പോഴേക്കുള്ളൂ ഇതാ കുട്ടികളെല്ലാവരും കൂടിയിട്ട് വിഷ്ണുവിനെ സ്മരിക്കണു, ഭജിക്കണു. എവിടെയോ വഴി തെറ്റിച്ചിട്ടുണ്ട്. ആരാ വഴി തെറ്റിച്ചെന്ന് മനസ്സിലായില്ല. ഇവിടേക്ക് മനസ്സിലായിട്ടുണ്ട്. ചണ്ടാമർക്കന്മാർക്ക് ഇത് പ്രഹ്ലാദം ചെയ്തതാന്ന് മനസ്സിലായിട്ട് നേരിട്ട് പറഞ്ഞില്ല. കാരണം ഇനി രാജാവിന് എന്തെങ്കിലും വിരോധം തോന്നിച്ചാലോ വിചാരിച്ചിട്ടേ. കുട്ടികളൊക്കെ ഇപ്പോൾ വിഷ്ണു ഭക്തന്മാരാണ് എന്ന് പറഞ്ഞപ്പോൾ ഹിരണ്യകശിപുവിന് ഇത്ര ചുണ്ടി എന്ന് പറയാൻ പറ്റില്ല, അത്ര കോപിച്ചു. പ്രഹ്ലാദിനെ വരുത്തി. ഇത് ബാക്കിയുള്ളവരോടൊക്കെ കൊല്ലാൻ പറഞ്ഞിട്ട് കൊല്ലാൻ പറ്റിയില്ല. അപ്പം അതുകൊണ്ട് ഞാൻ തന്നെ കൊല്ലാം നിശ്ചയിച്ചു. പ്രഹ്ലാദൻ വന്നു, അച്ഛനെ നമസ്കരിച്ചു. അപ്പോൾ കോപം കുറച്ചുകൂടി കൂടി. മറ്റേ ഈ പാമ്പൊക്കെ ചെയ്തിട്ടില്ലേ, ആ രീതിയിൽ പലതരത്തിലുള്ള ചീത്ത വാക്കുകൾ കുറെ പറഞ്ഞു. ദുർബുദ്ധി, കപടവിനയം കാണിക്കുക, കുലദൂഷക, അധമ, നീ എന്നെ ധിക്കരിച്ചു, 3 ലോകം എന്നെ അനുസരിക്കണു, എൻ്റെ മകനായിട്ട് നീ എന്നെ പേടിക്കാതെ കണ്ട് അനുസരിക്കാതെ കണ്ട്, ഈ ലോകം മുഴുവൻ എന്നെ അനുസരിക്കുകയാണ് പേടിച്ചിട്ടേ. നിനക്ക് ഈ ശക്തി എവിടുന്നാ കിട്ടിയത്? പ്രഹ്ലാദൻ പറയണേ, അച്ഛാ എനിക്കും അച്ഛനും ഒരേ ഭഗവാനാ ശക്തി തരണതേ. എനിക്ക് ഈ പേടിയില്ലാതെ കണ്ട് അച്ഛൻ്റെ അടുത്ത് വന്ന് നമസ്കരിക്കാൻ അതിനൊരു ശക്തി ഇല്ലല്ലോ. അത് ഭഗവാനാ തന്നത്. അച്ഛനിപ്പോൾ എന്നെ ഇങ്ങനെയൊക്കെ ഒരു ചെയ്യണമെന്ന് തോന്നുന്നില്ലേ? ഈ 3 ലോകം കീഴടക്കിയുള്ള അച്ഛൻ്റെ ആ ഒരു ശക്തി അത് തന്നത് ഈ ഭഗവാനാണ്. അപ്പോൾ ഭഗവാന്റെ ശക്തിയിൽ അച്ഛ എല്ലാം പെടും. ഇത് കാലമാണ്, ഈശ്വരനാണ്. ഇച്ഛ, ജ്ഞാന, ക്രിയാശക്തി, ദ്രവ്യശക്തി എല്ലാം തരുന്നത് ഈശ്വരനാണ്. ഇന്ദ്രിയശക്തി, ശരീരശക്തി, മനോബലശക്തി ഇത് ഭഗവാൻ തരണു. ത്രിഗുണം കൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിയാതി ചെയ്യുന്നത് ഇതേ ഭഗവാനാണ്. അങ്ങക്ക് ഈ ഒരു ആസുര വീര്യത്തെ അത് ഉണ്ടാക്കി തന്നത് ഭഗവാനാണ്. അല്ലെങ്കിൽ അതിനെ ഉപയോഗമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്നതും ഭഗവാനാണ്. അപ്പം അതുകൊണ്ടൊരു കാര്യം ചെയ്യൂ, അങ്ങ് ഈ ആസുര ഭാവത്തെ വിട്ടോളൂ. പ്രഹ്ലാദൻ കുട്ടികളോട് പറഞ്ഞ പോലെ അച്ഛനോട് പറഞ്ഞതേ. ചുണ്ടിയെടുക്കാൻ വേറെ എന്തെങ്കിലും വേണോ? ശാന്തി നേടൂ, മനസ്സമാധാനം ഉണ്ടാക്കൂ, ചിന്ത കാട് കയറേണ്ട, വിദ്യയാണ് ധനം, അത് കക്കുന്ന ഇന്ദ്രിയങ്ങൾ കള്ളന്മാരാണ്, അവരെ ജയിക്കൂ. 10 ദിക്ക് ജയിച്ചിട്ട് ഒരു കാര്യമില്ല. സമഭാവന വേണം. അച്ഛന് ശക്തി തരുന്ന ആളെ അച്ഛൻ ബഹുമാനിക്കൂ, അന്വേഷിക്കൂ, സ്നേഹിക്കൂ, ഭജിക്കൂ. ആ ശക്തി അച്ഛനിലുണ്ട്, എന്നിലുണ്ട്, എല്ലാവരിലുമുണ്ട്. ഇങ്ങനെ അച്ഛനെ നന്നായിട്ട് ഉപദേശിച്ചു. എന്താ കാരണം? ഇവിടെ ഇപ്പോൾ കുട്ടികളെ ഇപ്പോഴാണ് ഉപദേശിച്ചുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ടാണ് അച്ഛന് ബാക്കി കൊടുത്തത്. അപ്പോൾ ഹിരണ്യകശിപു പ്രഹ്ലാദനോട് ചോദിച്ചെന്താ അറിയോ? നീ മരിക്കാൻ ഉറപ്പിച്ചു അല്ലേതാ? ഞാനല്ലാതെ ഈ ലോകത്ത് വേറൊരു ഈശ്വരനോ? എവിടെയാണ്? എനിക്ക് കാണിച്ചൊരു അച്ഛ എല്ലാ ദിക്കിലുണ്ട്, സർവത്ര പറയണേ. അപ്പം ഈ തൂണിലുണ്ടോ? തൂണിലുണ്ടല്ലോ അച്ഛ. ഹിരണ്യകശിപുവിന് തൂണേ കാണാനുള്ളൂ, തൂണിലുള്ള ഈശ്വരനെ കാണാനില്ല. പ്രഹ്ലാദന് തൂണ് കാണാനില്ല, ഭഗവാനെ കാണാനുള്ളൂ. ഇതാ വ്യത്യാസേ. അപ്പം നീ നുണ പറയുകയാണല്ലേ? അല്ല അച്ഛ, ഞാൻ നുണയല്ല പറയണത്, സത്യമായിട്ട് എനിക്ക് കാണാണ്ട് കേട്ടോ. എന്നാൽ ഞാൻ ഈ വാളുകൊണ്ട് നിന്നെ കൊല്ലും. നിന്റെ രക്ഷകൻ എവിടെയായിരിക്കണമെന്ന് വെച്ചാൽ ഒന്ന് കാണട്ടെ. എന്നെ തടയാൻ പറ്റിച്ചാൽ തടുത്തു നോക്കട്ടെ. അപ്പോൾ ഞാൻ ആ കാര്യം ഇപ്പം തീരുമാനിച്ചു തരാം. ഇങ്ങനെ അങ്ങോട്ട് ചാടി അവിടുന്ന് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് ചാടി ഈ തൂണിൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നു. വാള് കൈ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് വെട്ടുകയാണ് വേണ്ട ആദ്യം.
അപ്പൊ ആദ്യം വാളിനെ വെട്ടണ്ട, ശക്തി എന്താന്ന് അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊടുത്തു തൂണിൽ അതിഭീകരമായിട്ട് ഒരു മുഷ്ടി പ്രയോഗം, ഒരൊറ്റ ഇടിയ ബ്രഹ്മാണ്ടം കിട്ടുകിട്ടാ പറയും. ആ രീതിയിൽ ബിൽഡിങ് തകരും. എത്ര നില കെട്ടിടായാലും 7 നില കെട്ടിടായാലും ശരി, അത് മണിമാളിക തകർന്നു വീഴും. ആ രീതിയിലുള്ള ഇടിയാണ് ഉണ്ടായത്. അപ്പോ ആ തൂണ് ഒന്ന് കമ്പനം ചെയ്തു, ഒരു ഗർജനം ചെയ്തു, തൂണങ്ങോട്ട് പിളർന്നു. അതിൽ നിന്ന് ഭഗവാൻ നരസിംഹ രൂപത്തിൽ ഇങ്ങോട്ട് ചാടി പുറത്തേക്ക്. ആ ഗർജനവും ഈ ചാട്ടവും ഈ അലർച്ചയും ബ്രഹ്മാണ്ടം കിടങ്ങുന്നതായിട്ടുള്ള ഈ അതിഘോരമായിട്ടുള്ള ഈ ഭീകരമായിട്ടുള്ള ശബ്ദവും ഇത് പ്രളയത്തിൽ പോലും ഉണ്ടായി എന്ന് ആർക്കും ഓർമ്മയില്ല. പ്രളയത്തിലൊക്കെ ഉണ്ടാവുള്ളൂ ഇങ്ങനെയൊക്കെ. ഇത് കേട്ടതോട് കൂടിയിട്ട് ഹിരണ്യകശിപുവിൻ്റെ ഒച്ച പോയി, തൻ്റെ ഇടം മുഴുവൻ പോയി, ഒന്ന് മോഹാലസ്യപ്പെട്ടു. ഇത് സഹിക്കാൻ പറ്റിയില്ല, ഭയന്നു. എവിടുന്നാ ഈ ശബ്ദം വന്നത് എന്നുള്ള മനസ്സിലായില്ല. എല്ലാ ദേവീദേവന്മാരും അസുരന്മാരും ഋഷികളും സ്തംഭിച്ചു പോയി. ഹിരണ്യകശിപു താഴേക്ക് വീണു. അപ്പോൾ ഈ നരസിംഹ രൂപമായിട്ട് ഞാൻ ഈശ്വരൻ തന്നെയാണ് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവതാരം ചെയ്തതായിട്ടുള്ള ഭഗവാനെ തല സിംഹത്തിൻ്റെ, ഉടല് മനുഷ്യൻ്റെ, അതും അതിഗംഭീരമായിട്ടുള്ള രൂപം. മേഘങ്ങളെ പോലും ചെതറിക്കുന്ന രീതിയിലാണ് രോമങ്ങൾ. അതേപോലെ വലിയ ദംഷ്ട്ര, ചുവന്ന നാവ്, ഉരുണ്ട കണ്ണ്, ചുവന്ന കണ്ണ്, സിംഹത്തിൻ്റെതായിട്ടുള്ള പ്രൗഢി മുഴുവനുണ്ട്. തടിച്ച കഴുത്ത്, രോമം ഇങ്ങനെ എടുത്തു വെച്ച് നിൽക്കുന്നുണ്ട്, സടങ്ങനെ കൊടയുണ്ട്. അതേപോലെ ബലിഷ്ഠമായിട്ടുള്ള തോളലുകൾ, വിരിഞ്ഞതായിട്ടുള്ള മാറ്, അജാനുബാഹു, കയ്യിൽ 10 നഖങ്ങൾ ഇങ്ങനെ കണ്ടാൽ നമുക്ക് പേടിയാവും. മഞ്ഞപ്പട്ട് എടുത്തിട്ടുണ്ട്, പൂണുനൂലിട്ടിട്ടുണ്ട്, വിഷ്ണു ലക്ഷണങ്ങളൊക്കെ ദേഹത്തിൽ കാണാനുണ്ട്, ആടയാഭരണങ്ങളൊക്കെ ഉണ്ട്, ആയുധങ്ങളൊന്നുമില്ല. വല്ലാത്തൊരു വെളുത്ത രൂപത്തില് നീല നൃസിംഹം എന്നാണ്. ഭഗവാന്റെ ശരീരത്തിന് കുറച്ച് കറുപ്പ് രാശിയാണ്, വെളുത്ത രോമങ്ങളാണ്. ആ പ്രൗഢിയോട് കൂടിയിട്ട് അതിഭീകരമായിട്ട് വലിയ ശരീരം. അതേപോലെ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ആർക്കും ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള ചലനങ്ങൾ, കണ്ണായാലും ചുണ്ടുകളായാലും നാവായാലും കൈകളായാലും കാലായാലും ശരീരത്തിൻ്റെ അംഗങ്ങൾ ചലിപ്പിക്കുന്നത് അത് മറ്റൊരാൾക്ക് ചെയ്യാൻ സാധിക്കാത്ത രീതിയിലാണ്. ഇതൊക്കെ കൂടി കണ്ടതോട് കൂടിയിട്ട് എല്ലാവരും സംശയിച്ചു, അത് ഭഗവാൻ തന്നെയല്ലേ? അതെ, ഭഗവാൻ തന്നെയാണ്. അവിടെ ഹിരണ്യാക്ഷൻ ഇതുപോലെ ചെയ്ത സമയത്ത് വരാഹരൂപിയായിട്ട് വന്ന ഭഗവാൻ ഒന്ന് മൂളി, ആ മൂളിൽ വലിയൊരു ഗർജനായിട്ട് ഞാൻ തന്നെയാണ് എന്ന് പറയാണ്ടായത്. ഇവിടെ അങ്ങനെയല്ല. നരസിംഹത്തിന്റെ അലർച്ച ആദ്യം കഴിഞ്ഞു, പിന്നെ അത് ഈശ്വരനാണോ എന്ന് ചിന്തിച്ചുള്ളൂ. പക്ഷേ ഹിരണ്യകശിപുവിന് മനസ്സിലായത് എന്താ അറിയോ? അത് തൻ്റെ കാലനാണെന്നാ ഓർപ്പിച്ചു. സ്വർണ്ണ നിറത്തിലിങ്ങനെ അത് കാണുമ്പോഴേ എന്തൊക്കെയാന്ന് വെച്ചില്ലാത്തൊരവസ്ഥ വന്നു. അതിഭയങ്കരമായിട്ടുള്ള ദംഷ്ട്രയും ഈ വളഞ്ഞ പുരികവും, ഉയർന്ന കാത്, 2 ഗുഹ പോലെയുള്ള മൂക്ക്, വലിയ ശരീരം, വിസ്തൃത മാരണം, എല്ലാം കൂടിയിട്ട് ഈ നഖങ്ങളെ നോക്കിയപ്പോൾ തന്നെ തൻ്റെ മരണം അടുത്തു എന്ന് തോന്നി. കുറച്ചു നേരം ഒന്നിങ്ങനെ സ്തംഭിച്ചു. പക്ഷേ ഭഗവാൻ കണക്കാക്കി, ഞാനാന്നൊന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ തൻ്റെ ശംഖചക്ര ഗദാപത്മത്തോട് കൂടിയിട്ടുള്ള ഒരു രൂപത്തെ ഒന്ന് ഈ ഹിരണ്യകശിപുവിന് കാണിച്ചു കൊടുത്തു. 8 കൈകൾ, അത് അമ്പും വില്ലുണ്ട്, വാളും പരിചയുണ്ട്, പാശവും അങ്കുശമൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള രൂപത്തെ കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും നരസിംഹം. അതൊക്കെ സെക്കൻഡുകൾക്കുള്ളിൽ മാറി മറിഞ്ഞു കേട്ടോ. പിന്നെ നരസിംഹമായിട്ട് തന്നെയാണ്. അപ്പം ഹിരണ്യകശിപു ഗദയെടുത്തിട്ട് ഓടി വന്നു യുദ്ധം ചെയ്യാനായിട്ട്. നരസിംഹത്തിൻ്റെ ആ തേജസ് കൊണ്ട് ഹിരണ്യകശിപുവിന് കണ്ണ് കാണാനില്ല. 1000 കോടി സൂര്യൻ്റെ പ്രഭയാണ്, തേജസ്സാണ്, ആ പ്രകാശമാണ്. കണ്ണ് മഞ്ഞളിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭഗവാൻ തൻ്റെ തേജസ്സിനെ ഒന്നിട്ട് കുറച്ചു. യുദ്ധവീരം തിരിച്ചു കിട്ടി. 2 പേരും കൂടിയിട്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. മുഷ്ടിയുദ്ധമാണ്. കടന്നു പിടിച്ചു, കൊതറി മാറി, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുക, അതേപോലെ പിടിക്കുക, വിടുക, അങ്ങനെയുള്ള ആരാ ശക്തൻ എന്നുള്ളത് കാണികൾക്ക് നിശ്ചയമില്ലാത്ത രീതിയിൽ ഭഗവാൻ ലീല കാണിച്ചു. ഹിരണ്യകശിപുവിന് അത് ഞാൻ കേമനാണ് എന്ന് തോന്നിച്ചു ഭഗവാൻ. എന്നിട്ടോ ദേവന്മാരൊക്കെ പേടിച്ച്
അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. കുറച്ച് ദൂരെ നിന്നിട്ട് മാറി നിന്നിട്ടാണ് നോക്കണതൊക്കെ. ഈ യുദ്ധരംഗം കണ്ടതോട് കൂടിയിട്ട് വല്ലാത്തൊരു ഭയം. അപ്പോൾ ഹിരണ്യകശിപുവിൻ്റെ കയ്യിൽ വാളുണ്ട്. ആ വാള് പ്രയോഗിച്ചു. വാള് കശ്യപൻ കൊടുത്തിട്ടുള്ള വാളാ. അപ്പം അത് കയ്യിലുള്ള അത്രയും കാലം വിഷ്ണുവിനൊന്നും ചെയ്യാൻ പറ്റില്ല. കശ്യപന്റെ അനുഗ്രഹമാണത്, അച്ഛൻ്റെ അനുഗ്രഹമാണ്. അപ്പം അത് കാരണം അതിലൊന്നും ചെയ്യാൻ നിർത്തിയില്ല. വാൾ കൊണ്ട് പല പ്രയോഗങ്ങളും നടത്തി നോക്കി. ഭഗവാൻ അതൊക്കെ തടുത്തു. വാളെത്തണേൻ്റെ പിന്നെ കയ്യിനെ തടുത്തു. ഭഗവാൻ സന്ധ്യ ആവണത് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഓടിക്കളിക്കലും ചാടിക്കളിക്കലും ലീലയായിട്ട് ഭഗവാൻ ചെയ്തു. കാണുന്നവർ മുഴുവൻ ഞെട്ടി വിറച്ചു, പേടിച്ച്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഭഗവാൻ അലറും. ആ ഓരോ അലർച്ചയ്ക്കും ഓരോ നടുക്കം. ഹിരണ്യകശിപുവിൻ്റെ ധൈര്യം ഇങ്ങനെ ചവർന്ന് ചവർന്ന് പോവുക. അതേപോലെ ക്ഷയിക്കണു, ശക്തി വീരമൊക്കെ ക്ഷയിക്കണു. സന്ധ്യാവറായി. സന്ധ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ അസുരന്മാർക്ക് വീരം കൂടും. അപ്പോൾ ഇവിടെ സന്ധ്യ ആവാറായപ്പോഴേക്കും ഹിരണ്യകശിപുവിൻ്റെ തേജസ്സിനെ ഓജസ്സിനെയൊക്കെ ഒന്ന് നല്ലോണം ഒതുക്കി ഭഗവാൻ. ഇടയ്ക്കിടയ്ക്ക് തന്നെ ആലിംഗനം ചെയ്യുമ്പോഴേ എല്ലൊക്കെ പൊട്ടും. പിന്നെ ആദ്യം വിടും. അപ്പം ആദ്യം വാലെടുക്കാൻ ശക്തി ഉണ്ടോയെന്ന് വെച്ചില്ല. ചിലപ്പോൾ വാലെടുക്കില്ല, വാലെടുക്കാണ്ടേ വന്നു എന്നുള്ളതാണ്. ഏതായാലും സന്ധ്യ ആയതോട് കൂടിയിട്ട് കടന്നിട്ട് പിടിച്ചു. തൻ്റെ എതിരാളിയായിട്ട് വന്നിട്ടുള്ള ഈ തൻ്റെ പാർഷദനായിട്ടുള്ള ആ ജയൻ എന്ന ഹിരണ്യകശിപുവിനെ അടക്കി കിട്ട് പിടിച്ചു. എന്നിട്ട് വേഗം ആ കൊട്ടാരത്തിൻ്റെ ഉമ്മറപ്പടി ഉണ്ട്, ആ ഉമ്മറപ്പടിയിലേക്കാണ്ട് ചെന്നിരുന്നു. അപ്പോഴേക്കും കൃത്യം സന്ധ്യ സമയമായി. മടിയിൽ അങ്ങോട്ട് കിടത്തി. വലിയ മടിയാണ് ഹിരണ്യകശിപുവിൻ്റെ ശരീരം. സ്വതം വലിയ ശരീരമാണ്. അതിനേക്കാൾ വലിയ മടിത്തട്ടാണ്. ആ മടിത്തട്ടിലാണ് കിടത്തി, മലത്തിയാണ് കിടത്തി. കയ്യും കാലും ഒക്കെ കാലുകൊണ്ടും കൈകൊണ്ടൊക്കെ പിടിച്ച് അനങ്ങാൻ വയ്യ, ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ കെട്ടിയിട്ടു. അപ്പോൾ ഭഗവാൻ തൻ്റെ കൈകളിലുള്ള ആ നഖത്തെ ഒന്നിങ്ങനെ കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് മുഖത്തേക്ക് ഒന്ന് നോക്കി. ഞാൻ ആരാന്ന് മനസ്സിലായില്ലേ എന്ന നിലയ്ക്ക്. അപ്പോൾ ഭഗവാൻ തന്നെയാണ് എന്നുള്ളത് ഉറപ്പിച്ചു. നല്ലോണം ഹിരണ്യകശിപുവിന് മനസ്സിലായി. മേഘങ്ങളൊക്കെ ഇങ്ങനെ ഈ രോമങ്ങൾ സടയൊന്നാണ് കുടഞ്ഞപ്പോൾ മേഘങ്ങളൊക്കെ ചിന്നിച്ചെതിരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക. കണ്ണിൻ്റെ പ്രഭ കൊണ്ട് ഗ്രഹങ്ങളൊക്കെ നിഷ്പ്രഭമായി. അത്ര തേജസ്സാ. ഗ്രഹദോഷം തീരാൻ വേണ്ടിയിട്ട് നരസിംഹമൂർത്തിയെ ഭജിച്ചാൽ മതി എന്ന് പറയാറുണ്ട്. ഈ ശ്വാസോച്ഛ്വാസം കൊണ്ട് കടലൊക്കെ വിക്ഷുബ്ധമായി, ഭൂമിയൊക്കെ കുലുങ്ങി, പർവ്വതം ഇടിഞ്ഞു വീണു, മരങ്ങളൊക്കെ തന്നെ പുഴക, കാറ്റത്ത് വീണ പോലെ. കാറ്റൊന്നും ഉണ്ടായിട്ടില്ല, ഈ ഹിരണ്യകശിപുവിൻ്റെ നരസിംഹമൂർത്തിയുടെ ശ്വാസോച്ഛ്വാസം കൊണ്ടാണ്. തൻ്റെ ഈ ഭക്തനായിട്ടുള്ള ഈ വിരോധഭക്തി ആണെന്ന് മാത്രമേ ഉള്ളൂ. ആ ഹിരണ്യകശിപുവിനെ മടിയിൽ കിടത്തിയിട്ട് എതിരാളിക്കിനൊന്നും ചെയ്യാനില്ല, അടങ്ങി എന്നുള്ള നിലയ്ക്ക് ആ കൈകള് നഖം മാറത്താണ്ട് കുത്തിയാണ് ഇറക്കിയിട്ട് ഈ വാരിയെല്ലുകളുണ്ടല്ലോ, അത് 8 16 വാരി, എത്രയെല്ലാം ശരിയാ, എത്ര എല്ലുകളാ അത്ര എല്ലുകൾ ഒന്നിച്ച് അങ്ങോട്ട് പറിച്ചെടുക്കുക വെച്ചാൽ മലർത്തി എന്നർത്ഥം. അങ്ങോട്ട് പിളർന്നു. വാരിയെല്ലുകൾ തോലോട് കൂടിയിട്ട് ഇങ്ങോട്ട് പിളർന്നു. അപ്പം അങ്ങോട്ട് അങ്ങോട്ട് ഇരുന്നു. വലിയ വക്ഷസാണ് ഹിരണ്യകശിപുവിൻ്റെ. അപ്പം അതിൽ നല്ല സുന്ദരമായിട്ടുള്ള ചുവന്ന നിറത്തിലുള്ള ഹൃദയം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ മാറിങ്ങോട്ട് പിളർന്നോട് കൂടിയിട്ട് അനവധി ചോര ഒന്നിച്ച് പുഴ പോലെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ആ പുഴ പോലെ വരുന്ന ചോര വീണ്ടും വീണ്ടും 2 കൈ കൊണ്ടും വാരി അങ്ങോട്ട് കുടിച്ചു. കൈയാണ്ട് മുക്കുക, കൈ നിറഞ്ഞു കഴിഞ്ഞാൽ അതാണ് കുടിക്കുക. അങ്ങനെ പായം എത്ര കുടിച്ചു വെച്ചാൽ ശരിയല്ല, രക്തം കഴിയോളം അതാ മുഴുവൻ കുടിച്ചു. പൂതനയുടെ ശരീരത്തിൽ നിന്ന് വാങ്ങിയത് മലയിലൂടെയാണ്, സ്തന്യത്തിലൂടെയാണ്. ഇവിടെ ഭഗവാൻ കോരി കോരിയാണ് കുടിച്ചു. അപ്പൊ ഹൃദയം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ ഹൃദയത്തിനെ എടുത്തു, അതാണ്ട് ആഹരിച്ചു. അപ്പോൾ ബാക്കിയുള്ള ചോരയൊക്കെ ആ ഗ്യാപ്പിലുണ്ട് വന്നു. അപ്പോൾ അത് ചോര മുഴുവൻ ഊറ്റി കുടിച്ചു. അങ്ങനെ കോരി കുടിച്ചപ്പോൾ ബാക്കി ഇങ്ങനെ കാണാനുണ്ട്, മാല ഇങ്ങനെ കിടക്കണ്ട, കുടലുമാലേ. തനിക്കിപ്പോൾ ചുവന്ന മാലയൊന്നും കാണാനില്ല. അത് ഇങ്ങോട്ട് വലിച്ചു അനവധി നീളമുണ്ട് ഈ കുടലുമാലേ. അത് തൻ്റെ കഴുത്തിൽ ഹാരമായിട്ടാണ് ഇട്ടു. നല്ല ചുവന്ന രക്തത ഹാരം. നമ്മൾ ചെമ്പരത്തിപ്പൂ കൊണ്ടാണ് അപ്പോൾ സമയത്ത് മാല ഇടാറ്. അതിങ്ങനെ നല്ല ഉണ്ടമാലയായിട്ട് 1 2 3 ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ 4 മാലയൊക്കെ കിട്ടും. അത് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്തൊരു തേജസ് ആ സമയത്ത് ചോദിച്ചാൽ മനസ്സില്ല.
ചുവപ്പ് സാരാംശത്തെ കണ്ടാൽ തന്നെ നമുക്ക് പേടിയാണ്. പക്ഷെ ഈ പേടിയൊന്നും ആ സമയത്ത് ഉണ്ടാവില്ല. ഈ മാല കണ്ടിട്ടു, പിന്നെ ഇത് ചണ്ടിയായി. ഈ ജീവൻ നേരെ ഭഗവാനിലാണ് ലയിച്ചു. ഭഗവാനിലാണ് ലയിച്ചതോട് കൂടിയിട്ട് ഇതില് മറ്റേ രക്തമില്ല, ഹൃദയമില്ല, കുടലുമാല ഇല്ല, ഒന്നുമില്ല. പിന്നെ എന്തായാലും ജീവന് ചൈതന്യം ഇല്ലാച്ച മരിച്ചില്ലേ. അത് പിന്നെ ചണ്ടിയാണ് ആ ജടേ. അതങ്ങനെ ഒരു ഒറ്റയറ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു പുറത്തേക്ക്. അതോട് കൂടിയിട്ട് ഭഗവാനും കുറച്ചു നേരം ഒന്ന് നാല് പുറമൊക്കെ ഒന്ന് നോക്കി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് അവിടെ നീട്ടു. നീട്ടിട്ട് ആ വലിയ തളം ആണ് ഹാള്. ആ ഹാളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് നടന്നു. ഭൂമി ഇങ്ങനെ വിറച്ചിട്ടേ ഭഗവാന്റെ ഓരോ കാല് വയ്ക്കുമ്പോൾ ആ പുറത്തേക്ക് താഴും. ഇങ്ങനെ ഒരു 4 നടത്ത അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തില് ഹിരണ്യകശിപുവിന്റെ ആ സിംഹാസനം ഇരിക്കേണ്ട തളത്തില് പ്രത്യേകമായിട്ടുള്ള പീഠാണ്. ആ സിംഹാസനത്തിലാണ് കയറിയിരുന്നു. എന്നിട്ട് എല്ലാവരും ഒന്ന് നോക്കി. എല്ലാവരെയും നോക്കിയതോട് കൂടിയിട്ടേ എല്ലാവർക്കും ഭഗവാനാണെന്ന് അറിയാം. ഹിരണ്യകശിപുവിനെ കൊന്നത് വലിയ സന്തോഷമാണ്. പക്ഷെ അങ്ങോട്ട് അടുക്കാൻ ധൈര്യമില്ല, പേടിച്ചിട്ടേ. ദേവന്മാരൊക്കെ ഓരോ ശ്ലോകം കൊണ്ട് സ്തുതിച്ച് വിഷ്ണു പാർഷദന്മാരും കൂടി സ്തുതിച്ചു. ശിവനും ബ്രഹ്മാവും ഇന്ദ്രനും മറ്റെല്ലാ ദേവകളും ഇന്ന ആൾക്കാരൊന്നുമില്ല, ബ്രാഹ്മണരായാലും സകലരും സ്തുതിച്ചു. കോപം അടങ്ങണില്ല. ബ്രഹ്മാവ് പറഞ്ഞു, ലക്ഷ്മി ദേവി ഒന്ന് സ്തുതിക്കൂ. ഞാൻ കൂട്ടിയാൽ പറ്റില്ല, അവിടുന്ന് മാറി. അങ്ങനെ പ്രഹ്ലാദനെ വിളിച്ചു. പ്രഹ്ലാദ, അങ്ങയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ അവതാരം, ഒന്ന് സ്തുതിച്ച് ശാന്താക്കൂ. അങ്ങനെ പ്രഹ്ലാദൻ സ്തുതിക്കാൻ ശരിയായി തയ്യാറായി. നമുക്ക് ആ എല്ലാവരെയും അനുഗ്രഹിക്കുന്നതായിട്ടുള്ള കോപം അടക്കണേ എന്ന് പറയുന്നതായിട്ടുള്ള പ്രഹ്ലാദന്റെ സ്തുതിയില്ലേ, അത് ഈ സ്തുതികളെല്ലാം കൂടിയിട്ട് നമുക്ക് മറ്റൊരു ഭാഗമായിട്ട് പറയാം. അങ്ങനെ ഹിരണ്യകശിപുവിനെ വധിച്ചതായിട്ടുള്ള മുക്തി കൊടുത്തതായിട്ടുള്ള ആ നരസിംഹമൂർത്തിയെ നമുക്ക് സാഷ്ടാംഗം നമസ്കരിക്കാം. ആ ഭഗവാൻ നമ്മളെ എല്ലാ ഭയവും തീർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ. നമോ ഭഗവതേ തുഭ്യം പുരുഷായ മഹാത്മനെ ഹരയേ ഭൂതസിംഹായ ബ്രഹ്മണേ പരമാത്മനെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.